സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീയിൽ പോയി ഖബർ സിയാറത്ത് ചെയ്തു. നബി തങ്ങൾ അങ്ങനെ സിയാറത്ത് കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട്, സ്വഹാബത്ത് കൂടെയുണ്ട്, നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, പടച്ചവനെ, എന്റെ സഹോദരങ്ങളെ ഞാൻ എന്നാണ് കാണുന്നത്, എന്റെ സഹോദരങ്ങളെ ഞാൻ എന്നാണ് കാണുന്നത്. നബിതങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങള്, ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങള്, പിന്നെ സഹോദരങ്ങളെ എന്നാണ് കാണുന്നത് എന്ന് നബിതങ്ങൾ ചോദിക്കുന്നല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് പെട്ടെന്ന് ചോദിക്കുമ്പോ നബിതങ്ങൾ പറയുന്നു, സ്വഹാബാ, നിങ്ങൾ എന്റെ കൂടപ്പിറപ്പുകളല്ല, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്. പടച്ചവനെ, നിങ്ങൾ എന്റെ കൂടെ നടക്കുന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ എന്റെ അനുചരന്മാരാ, എന്റെ സഹോദരങ്ങൾ നിങ്ങളല്ല സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പിന്നെ ആരാണ് അങ്ങയുടെ സഹോദരങ്ങള്? അങ്ങ് കാണാ കൊതിച്ചിരിക്കുന്നതാരാണ് നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകനോട് തന്റെ സ്വഹാബത്ത് ചോദിക്കുമ്പോ നബി തങ്ങൾ പറയുന്നു, സ്വഹാബാ, നിങ്ങൾ എന്നെ കാണുന്നവരാണ്, എന്റെ കൂടെ നടക്കുന്നവരാണ്, എന്നോട് സംസാരിക്കുന്നവരാണ്, എന്റെ കൂടെ നിസ്കരിക്കുന്നവരാണ്, എന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നവരാണ്. നിങ്ങൾ 24 മണിക്കൂറും എന്നെ കണ്ടുകൊണ്ട് നടക്കുകയാണ് സഹാബ, എന്റെ കൂടെ നടക്കുകയാണ്, എന്റെ പ്രസംഗം കേൾക്കുന്നവരാണ്, എന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കുന്നവരാണ്. നിങ്ങൾ എല്ലാവരും എന്നെ കണ്ടുകൊണ്ട് നടക്കുന്നവരാ. നിങ്ങൾക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷേ ഒരു വിഭാഗം വരാനുണ്ട് സ്വഹാബ. നബി തങ്ങൾ പറയുകയാ, നിങ്ങൾക്ക് പുറകിൽ ഒരു വിഭാഗം വരാനുണ്ട്. അവര് ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ല, അവര് ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നെ ജീവനോടെ കണ്ടിട്ടില്ല, നടന്നിട്ടില്ല, പ്രസംഗം കേട്ടിട്ടില്ല. പടച്ചവനെ, നബി തങ്ങൾ പറയുന്നു, അവരാരും എന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പക്ഷേ പടച്ചവനെ, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ആ നബി തങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരെന്നെ കണ്ടിട്ടില്ലെങ്കിലും അവരെന്നെ സ്നേഹിക്കും സ്വഹാബ. അള്ളാഹുവിന്റെ പ്രവാചകൻ 1400 കൊല്ലം മുമ്പ് നബി തങ്ങളെ സ്വഹാബത്തിനോട് പറയുകയാണ്, ആരാണ് എന്റെ സഹോദരങ്ങളെന്നറിയോ? അവരെന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, എന്നാലും അവരെ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. അവരുടെ വാപ്പയെക്കാൾ, അവരുടെ ഉമ്മയെക്കാൾ, അവരുടെ മക്കളെക്കാൾ, അവരുടെ സമ്പത്തിനേക്കാൾ, അവരുടെ ജീവനേക്കാൾ, സ്വന്തം ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം വരാനുണ്ട് സ്വഹാബ. അവരാണ് എന്റെ സഹോദരങ്ങള്, അവരാണ് എന്റെ കൂടപ്പിറപ്പ്, അവരെ ഞാൻ കാത്തിരിക്കുന്നു സ്വഹാബ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുമ്പോ ആരെക്കുറിച്ചാ പറയുന്നത്? ഈ പാവപ്പെട്ടവരാ, എന്നെയും നിങ്ങളെയും കുറിച്ച്. പടച്ചവനെ, നബി തങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കൊണ്ടു നടക്കുന്നവരുണ്ടല്ലോ, കരളിന്റെ കഷ്ടമായി നബി തങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ. ജന്മം കൊടുത്ത പിതാവിനെക്കാൾ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച മാതാവിനെക്കാൾ, സ്വന്തം രക്തത്തിൽ പറന്ന മക്കളെക്കാൾ, തന്റെ കൂടെ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെക്കാൾ, പടച്ചവനെ, സമ്പത്തിനെക്കാൾ, തന്റെ സർവ്വതിനെക്കാളും, എന്തിനാ തന്റെ ജീവന്റെ ജീവനായിട്ട് നബി തങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ. അവരെ അള്ളാഹുവിന്റെ പ്രവാചകനെ കാത്തിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ വഅദ് കേൾക്കാമെന്നവരോട് ചോദിക്കുകയാ, നബി തങ്ങളെ സ്നേഹിക്കുന്ന ആരാടോ ഉള്ളത്? നബി തങ്ങളെ ഇഷ്ടപ്പെടുന്ന ആരാ
ആദാബുള്ളത്. ഞാനും നിങ്ങളും പറയാറുണ്ട് നബിതങ്ങളെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് എന്റെ നബിയെ വല്ലാത്ത ഇഷ്ടമാണ്, ആ നബി എന്റെ കരളിന്റെ കഷ്ടമാണ് എന്ന് പറയുന്ന പെങ്ങളെ 30, 40, 50, 60 വയസ്സുള്ളവർ ഈ മജ്ലിസിലുണ്ടല്ലോ. വാപ്പാ 60 കൊല്ലം കൊണ്ട് നീ നബിതങ്ങളെ സ്നേഹിക്കുകയാണ്, 50 കൊല്ലം കൊണ്ട് നബിതങ്ങളെ സ്നേഹിക്കുകയാണ്. പെങ്ങളെ, ഈ സ്നേഹിക്കുന്ന നബിയെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ടോ ഉമ്മ? മുടിയെല്ലാം നരച്ചുപോയി, ഒരുപാട് രോഗങ്ങളായി തൊലിച്ചുളുങ്ങി. പടച്ചവനെ, മരണത്തിന്റെ അടയാളങ്ങൾ പലതും നിനക്ക് വന്നു കഴിഞ്ഞു. ഇന്നുവരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നുവരെ നിനക്ക് അല്ലാഹു അതിനുള്ള ഭാഗ്യം തന്നിട്ടുണ്ടോ? ഉപ്പമാരോട് ചോദിക്കുകയാ, ചെറുപ്പക്കാരോട് ചോദിക്കുകയാ, ഉസ്താദന്മാരോട് ചോദിക്കുകയാ, ഞാൻ എന്റെ മനസാക്ഷിയോട് ചോദിക്കുകയാണ്. 37 കൊല്ലം കൊണ്ട് നബിതങ്ങളെ കുറിച്ച് പറയുന്നവനാ, സലാത്ത് പറയുന്നവനാ, നബിതങ്ങളെ കുറിച്ച് ഹദീസ് പഠിച്ചവനാ, വഅദ് പറയുന്നവനാ. പടച്ചവനെ, ഓരോ മനുഷ്യനും ചിന്തിക്കടോ, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ നബിതങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആ നബിതങ്ങൾക്ക് നമ്മളോട് സ്നേഹമുണ്ടോ? നമ്മൾ പറയുന്ന സ്നേഹം സത്യമാണോ? വെറും നാവ് കൊണ്ടുള്ള സ്നേഹമാണോ? ഹൃദയം കൊണ്ടുള്ള സ്നേഹമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളെ ഏതെങ്കിലും ഒരു മനുഷ്യന് സ്നേഹിച്ചാൽ, ആരെങ്കിലും നബിതങ്ങളെ സ്നേഹിച്ചാ ഉറപ്പായിട്ടും നബിതങ്ങളെ തിരിച്ച് സ്നേഹിക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ ആരെങ്കിലും നബിതങ്ങളെ സ്നേഹിച്ചാ നബിതങ്ങൾ നമ്മളെയും സ്നേഹിക്കുമടോ? അപ്പൊ നമ്മുടെ സ്നേഹം സത്യമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. നബിതങ്ങളെ സ്നേഹിച്ചാ നബിതങ്ങളെ സ്നേഹിക്കുമെന്നുള്ളതിന് തെളിവ് പറഞ്ഞു തരാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്വഹാബിയാണ് തൽഹത്ത് ബിൻ ബറാ. തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ നബിതങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്, നബിതങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്. നബിതങ്ങൾക്കും അങ്ങനെയാണ്. ഈ ചെറുപ്പക്കാരൻ നബിതങ്ങളും ഇഷ്ടപ്പെട്ടിരുന്നു. പടച്ചവനെ, തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാര സുഖമില്ലാതെ കിടക്കുകയാണ്. അല്ലാഹു ഒരു വലിയ രോഗം കൊടുത്തു. ഈ രോഗം പിടിച്ചിട്ട് അവിടെ നിന്ന് മരണത്തിന്റെ വേളയിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അറിയുമ്പോ തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട് തേടിയിട്ട് നബിതങ്ങൾ പോകുകയാ. രോഗം പിടിച്ച് കിടക്കുമ്പോ കാണാ പോകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് രോഗമങ്ങ് കൂടുകയാണ്. രോഗം കൂടിക്കഴിഞ്ഞാ ബോധം നഷ്ടപ്പെടുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ബോധം വരുന്നത്. നബിതങ്ങൾ കാണാൻ ചെല്ലുമ്പോ തൽഹത്ത് ബിൻ ബറാ ബോധമില്ലാതെ കിടക്കുകയാ. രോഗം കൂടിയിട്ട് ബോധമില്ലാതെ കിടക്കുകയാ. നബിതങ്ങൾ അടുത്തു പോയിരുന്നു. ഒരുപാട് സമയം അല്ലാഹുവിന്റെ റസൂല് കാത്തിരുന്നു. പടച്ചവനെ, കുടുംബക്കാര് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ ബോധം വരാറുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ അടുത്തിരിക്കുകയാണ്. തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചാരത്തിരുന്ന് നബിതങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി സക്കറാത്തിന്റെ അവസ്ഥയാണെന്ന് മനസ്സിലായി. കുടുംബക്കാരോട് പറയുന്നു, സ്വഹാബാ, തൽഹ മരിച്ചാൽ എന്നെ അറിയിക്കണേ സ്വഹാബാ. നബിതങ്ങൾ പറയുകയാ, തൽഹത്ത് ബിൻ ബറാ മരിച്ചാ എന്നോട് പറയണം, എന്നെ നിങ്ങൾ അറിയിക്കണം. അതിനകത്തുണ്ടോ നബിതങ്ങളുടെ മഹബത്ത്? നബിതങ്ങൾ ഇഷ്ടപ്പെടുന്നതിന് ഏറ്റവും വലിയ തെളിവതാണ്. നബിതങ്ങൾ പറഞ്ഞു, മരിച്ചാൽ എന്നോട് അറിയിക്കണം. നബിതങ്ങൾ അവിടെ നിന്ന് പോവുകയാ. ഒരുപാട് സമയം കഴിഞ്ഞു. തൽഹത്ത് ബിൻ ബറാഇന് ബോധം തിരിച്ചു വന്നു. കുടുംബക്കാര് പറഞ്ഞു, തൽഹാ,
അള്ളാന്റെ റസൂല് നിന്നെ കാണാമെന്നിരുന്നു, ഒരുപാട് സമയം നിന്റെ ചാരത്തിരുന്നു, നിനക്ക് വേണ്ടി ദുആ ചെയ്തു. തൽഹ ചോദിക്കുന്നു, അള്ളാന്റെ റസൂൽ എന്തേ പറഞ്ഞത്? തൽഹ, നീ മരിച്ചു കഴിഞ്ഞാൽ അറിയിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടാ പോയത്. തൽഹത്ത് ബിൻ ബറാഉ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ അള്ളാന്റെ റസൂലിനോട് പറയല്ലേ, നബി തങ്ങളെ അറിയിക്കല്ലേ. കുടുംബക്കാര് ചോദിക്കുന്നു, തൽഹ, ഏറ്റവും വലിയ ഭാഗ്യമാണല്ലോ നബി തങ്ങളെ കാണാൻ വരുന്നത്, നബി തങ്ങളെ ദുആ ചെയ്യുന്നത്, നബി തങ്ങളെ മയ്യത്ത് നിസ്കരിക്കുന്നത്. അത് വല്ലാത്ത ഒരു ഭാഗ്യമുള്ള കാര്യമാണല്ലോ. നബി തങ്ങള് പറഞ്ഞിട്ടല്ലേ പോയത്. പിന്നെ എന്തുകൊണ്ടാണ് രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ അറിയിക്കരുതെന്ന് പറയാനുള്ള കാരണമെന്താ? എന്തുകൊണ്ടാണ് അറിയിക്കരുതെന്ന് പറയുന്നത്? തൽഹ പറയുകയാ, നബി തങ്ങൾ വരുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാ, അത് വല്ലാത്ത ഒരു ഭാഗ്യമാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് വേണ്ട എന്ന് പറയുന്നത്? ഞാൻ മരിച്ചാ നബി തങ്ങൾ വരും, അത് രാമാണെങ്കിലും പകലാണെങ്കിലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഉറപ്പായിട്ടും കാണാൻ വരും. എനിക്കറിയും സ്വഹാബ, പക്ഷേ രാത്രിയിലാണ് നബി തങ്ങൾ കാണാൻ വരുന്നതെങ്കിൽ അള്ളാന്റെ റസൂലിനെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ, നബി തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ പേടിച്ചിട്ടാണ്. നബി തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്ക് താങ്ങാൻ കഴിയില്ല, അതുകൊണ്ടാണ് വേണ്ട എന്ന് പറയുന്നത്. പടച്ചവനെ, രാത്രിയിലാണ് മരണപ്പെട്ടത്, അള്ളാന്റെ റസൂലിനോട് പറഞ്ഞില്ല. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തൽഹത്ത് ബിൻ ബറാഇന്റെ കുടുംബക്കാരെ കണ്ടപ്പോ അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബ, തൽഹയ്ക്ക് എങ്ങനെയുണ്ട് സ്വഹാബ? യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, തൽഹ മരിച്ചുപോയി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? എന്നോട് പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോഴാണ് പറയുന്നത്, നബിയേ, അവസാനത്തെ വസിയത്ത് രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ പറയരുതെന്നായിരുന്നു. കാരണം അങ്ങക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, ആരെങ്കിലും നബി തങ്ങളെ ഉപദ്രവിച്ചാലോ, മൃഗങ്ങളെ പടന്ന് വേദനിപ്പിച്ചാലോ, പടച്ചവനെ, അതുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞത് എന്ന് നബി തങ്ങളോട് പറയുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഖബറവിടെ? എന്നെ സ്നേഹിച്ച തൽഹത്ത് ബിൻ ബറാഇന്റെ ഖബറവിടെ? പോയടോ ചെറുപ്പക്കാരാ, ഉപ്പമാരെ, അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചിരുന്ന ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് നബി തങ്ങൾ പോകുകയാണ്. അവിടെ പോയി നിന്ന് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ആ ഖബറിന്റെ ചാരത്ത് നിന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവ് ദുആ ചെയ്യുകയാണ്. ആ ദുആ കേൾക്കുമ്പോ കൂടെ നിന്നവർ കരയുകയാ. എന്തൊരു ഭാഗ്യമാ അല്ലാഹ്! ഒരു വല്ലാത്ത ദുആ, അത്ഭുതപ്പെടുത്തുന്ന ഒരു ദുആ, വേറെ ഒരു സ്വഹാബിക്കും ചെയ്യാത്ത ഒരു ദുആ. എന്താണ് ചെയ്യുന്നതെന്നറിയോ? അല്ലാഹുമ്മ തൽഹത്ത് ബിൻ ബറാ വ അൻത യൽഹഖു ഇലൈഹി വ യൽഹഖു ഇലൈക. നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ്, തൽഹത്ത് ബിൻ ബറാ നാളെ നിന്നെ കണ്ടുമുട്ടുമ്പോ നിന്റെ മുഖത്ത് പ്രകാശമുണ്ടാകണമല്ലാ, ചിരിക്കുന്ന മുഖത്തോടെ വേണം. അല്ലാഹുവേ, നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഈ തൽഹയുടെ മുഖത്ത് പ്രകാശവും പുഞ്ചിരിയും ഉണ്ടാകണം തമ്പുരാനെ. അല്ലാഹുവേ, നീയും സന്തോഷത്തോടെ വേണം കണ്ടുമുട്ടാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞല്ലോ, വുജൂഹി യൗമഇദിൻ നാളിറാ ഇലാ റബ്ബിഹാ നാളിറാ. പടച്ചവന്റെ ലിഖാ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്, നീ തൃപ്തിപ്പെട്ട രീതിയിൽ വേണം എന്റെ തൽഹാനെ കണ്ടുമുട്ടാൻ. അവിടുന്ന് നബി തങ്ങൾ ദുആ ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഇതാണ് നബി തങ്ങളെ സ്നേഹിച്ചാൽ
ആരെങ്കിലും അള്ളാന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടാൽ നബിതങ്ങളും തിരിച്ചു സ്നേഹിക്കുമടോ? അള്ളാന്റെ റസൂല് നമ്മളെ സ്നേഹിക്കുമടോ? അള്ളാന്റെ റസൂല് നമ്മളെ കാണാൻ വരുമടോ? അതുകൊണ്ട് വഅദ് കേൾക്കാൻ കടന്നു വന്ന മുസ്ലിമീങ്ങളോട് പറയുകയാ, അള്ളാഹുവിന്റെ റസൂലിന് സ്നേഹമുണ്ട്, സ്നേഹമുണ്ട്, സ്നേഹമുണ്ട്. നബിതങ്ങൾ എന്റെ കരളാണ്, എന്റെ കരളിന്റെ കഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, പറയുന്നത് സത്യമാണോ കള്ളമാണോ? നീ പറയുന്നത് വെറുതെയാണോ ചുമ്മാതെയാണോ? ആത്മാർത്ഥമായി പറയുന്നതാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 4 ഗുണങ്ങളിൽ ഒരു ഗുണമെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏതെങ്കിലും ഒരു മനുഷ്യന് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടോ? ആ സ്നേഹമുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അവൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമുണ്ടല്ലോ, ആ നബിതങ്ങളുടെ സുന്നത്ത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുണ്ടല്ലോ, ആ നബിതങ്ങളുടെ ജീവിതമാണ് അവിടുത്തെ സുന്നത്ത്. നബിതങ്ങൾ പഠിപ്പിച്ചു തരാത്ത ഒരു നന്മയുമില്ലല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരാത്ത ഒരു കാര്യം പറ സഹോദരാ. ഏതെങ്കിലും ഒരു മനുഷ്യന് പറഞ്ഞു തരാൻ കഴിയുമോ? എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്? എങ്ങനെയാണ് പടച്ചവനെ വീട് പരിപാലിക്കേണ്ടത്? എങ്ങനെയാണ് പള്ളി പരിപാലിക്കേണ്ടത്? എങ്ങനെയാണ് സംഘടന പരിപാലിക്കേണ്ടത്? എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? എങ്ങനെയാണ്, എന്തിനാ ചെറുപ്പക്കാരാ, എങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, എന്തു പറഞ്ഞുകൊണ്ട് കഴിക്കണം, എവിടെ നിന്ന് കഴിക്കണം, അല്ലാഹുവേ ബാത്റൂമിനകത്ത് കയറുമ്പോ ഏത് കാല് വെച്ച് കയറണം, എന്തു പറഞ്ഞുകൊണ്ട് കയറണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നീ ശുദ്ധീകരിക്കണം, എന്തൊക്കെ അതിനകത്ത് പറയാൻ പാടില്ല, കൊണ്ടുപോകാൻ പാടില്ല, ഇറങ്ങുമ്പോ ഏത് കാല് വെച്ചിറങ്ങണം, പടച്ചവനെ എന്തു പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങേണ്ടത്. രാജ്യം ഭരിക്കുന്നത് മുതൽ ടോയ്ലറ്റിൽ മൂത്രമൊഴിക്കാൻ പോകുമ്പോ വരെ ചെയ്യാനുള്ള അമലുകളെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരികയല്ല, സ്വന്തം ജീവിതം കൊണ്ട് 23 വർഷക്കാലം എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തന്നെങ്കിൽ ആ പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഏത് സുന്നത്താ സഹോദരാ? പടച്ചവനെ ഇന്ന് സുന്നത്തെന്ന് കേൾക്കുമ്പോ നമുക്ക് പുച്ഛമാട്, നമുക്കൊരു നിസാരമാട്. സുന്നത്തല്ലേ, സുന്നത്തല്ലേ, അതിന്റെ ഗൗരവം അങ്ങ് കുറയ്ക്കുകയാണ്, അതിന്റെ മഹത്വം അങ്ങ് കുറയ്ക്കുകയാണ്. ഉസ്താദേ സുന്നത്തല്ലേ, ചെയ്തില്ലെന്ന് പറഞ്ഞ ശിക്ഷയില്ലല്ലോ. വളരെ നിസാരമാക്കുന്ന മനുഷ്യ, നിബിതങ്ങൾ പറയുകയാ, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രവാചകന്റെ സുന്നത്ത് നിസാരമായി കാണുന്നവരുണ്ടല്ലോ, അതിനെ അവഗണിക്കുന്നവരുണ്ടല്ലോ, അതിന് നൽകേണ്ട സ്ഥാനം നൽകാത്തവരുണ്ടല്ലോ, ഫലൈസ മിന്നീ, അവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല, എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് നബിതങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്തിനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും അറിയാനട്ടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ സമുദായത്തിനൊരു കാലം വരും സ്വഹാബാ, അന്ന് എന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നത്, എന്റെ സമുദായത്തിനൊരു കാലം കടന്നു വരും, ആ കാലഘട്ടത്തിൽ എന്റെ ഒരു സുന്നത്ത് ആരെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിച്ചാ അവന് 100 ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു ഷഹീദിന്റെ കൂലിയല്ല സഹോദരാ. ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കളുണ്ടല്ലോ, ബദരീ
ബദരീങ്ങളുണ്ടല്ലോ, സയ്യിദ് ശുഹദാഇ ഹംസ, തന്റെ കയ്യും കരളും തലച്ചോറും വരെ പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി കൊടുത്ത സ്വഹാബിയാ. മഹാനായ മിസ്അബ് തങ്ങള്, മഹാനായ ഉമൈർ തങ്ങള്, മഹാനായ ഉസ്മാൻ തങ്ങള്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങള്. പടച്ചവനെ, ഈ സ്വഹാബികൾ രണാങ്കണത്തിൽ ഷഹീദായവരാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഷഹീദിന്റെ കൂലിയല്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഒരു കാലഘട്ടം വരുമടാ, അന്ന് പടച്ചവനെ തൊപ്പിയിടുന്നത് നബിതങ്ങളുടെ സുന്നത്താണല്ലോ, താടി വളർത്തുന്നത് നബിതങ്ങളുടെ സുന്നത്താണല്ലോ, പെങ്ങളെ ഫർദ് ധരിച്ച് നടക്കുന്നത് നബിതങ്ങളുടെ സുന്നത്താണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ഒരുപാട് സുന്നത്തുകൾ നബിതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം എടാ ചെറുപ്പക്കാരാ, ഒരു കാലഘട്ടം വരും മോനെ, അന്ന് തലയിൽ തൊപ്പിയിട്ടുകൊണ്ട് നടന്ന നിനക്ക് 100 ഷഹീദിന്റെ കൂലി അല്ലാഹു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അങ്ങനെ വെറുതെ കളയാനുള്ളതല്ല, അത് മുറുകെ പിടിക്കണം ചെറുപ്പക്കാരാ. എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ മുറുകെ പിടിക്കണം. എങ്കിലേ നിനക്ക് രക്ഷയുള്ളൂ, എങ്കിലേ നിനക്ക് രക്ഷയുള്ളൂ. ഇല്ലാതെ നിനക്ക് രക്ഷയില്ല സഹോദരാ. ഓന്തോടിയാ എവിടെ വരെ ഓടാനാടാ? ഓടുന്നതിനൊരു അവസാനമുണ്ട് ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയോ? അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും തരുന്ന പ്രതിഫലം എന്താ? ചെയ്താ പ്രതിഫലം, ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞ് നിസാരമാക്കേണ്ടതല്ല സുന്നത്ത്. ആ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാ അല്ലാഹു തരുന്ന 4 പ്രതിഫലം ഞാൻ പറയാ. ദുനിയാവിൽ അല്ലാഹു തരുവടോ, ആഖിറത്തിലും അല്ലാഹു തരുമടോ. അതിലെ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? നിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് പേടി നഷ്ടപ്പെട്ടു പോവുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാ അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഭയം നഷ്ടപ്പെട്ടു പോവുകയാണ്. അവൻ അല്ലാഹനെ മാത്രമേ പേടിയുള്ളൂ, അവൻ അല്ലാഹനെ മാത്രമേ പേടിയുള്ളൂ. ഒരു മഖ്ലൂക്കിനെയും അവൻ ഭയപ്പെടൂല, അവൻ അല്ലാഹനെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ. മഖാമുകളിലെ സിയാറത്തിന് പോകുമല്ലോ പടച്ചവനെ, മമ്പുറത്തും അതുപോലെ ഇവിടെയുള്ള മഖാമുകൾ സിയാറത്തിന് പോകുമ്പോ അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരായത്ത് കാണാ, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അത് വെറുതെ കിട്ടിയ പട്ടമല്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹു കൊടുത്ത 2 പ്രതിഫലമാണ്. അവരൊരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാതെ സൂക്ഷിച്ച് നടന്നവരാ. പടച്ചവനെ, നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹനെ മാത്രമേ പേടിയുള്ളൂ. പിന്നെ ഈ ലോകത്തിന് ഒന്നിനും നിനക്ക് ഭയമില്ല. അത് ഭരണാധികാരിയാകട്ടെ, ഏത് കൊലകൊമ്പനാകട്ടെ, ഒരാളെയും നിന്റെ ഹൃദയത്തിനകത്ത് പേടിയില്ല. നീ അല്ലാഹനെ മാത്രം ഭയപ്പെടുന്നവനാകും. എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹു കൊടുക്കുന്ന ഒരു വല്ലാത്ത ഒരു പവറാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, കാലം മാറുമ്പോ കോലം മാറുന്ന എന്റെ യുവത്വമേ, പഠിക്കണം ചെറുപ്പക്കാരാ. ഓരോ സിനിമാ താരങ്ങളെ കണ്ടുപഠിക്കുന്ന ഫുട്ബോൾ താരങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ രാജാക്കന്മാരെ പോലെ കൊണ്ട് നടക്കുന്ന യുവത്വമേ, നിനക്കറിയുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ആമിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. അർജന്റീനയുടെ കളിക്കാരനല്ല, പടച്ചവനെ ബ്രസീലിന്റെ കളിക്കാരനല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ താരമല്ല. മോനെ, ആമിർ എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനാ. യൂറോപ്പിന്റെ ഭരണാധികാരികൾ വിരുന്നിന് വിളിക്കുകയാണ്. യൂറോപ്പിന്റെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നുപോയി. എല്ലാ രാജ്യത്തു നിന്നും നേതാക്കന്മാര് വന്നിട്ടുണ്ട്. റബ്ബേ, എല്ലാ
എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നിരന്നിരിക്കുകയാണ്. ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ആമിർ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടുന്ന് കൈ കഴുകി ഭക്ഷണത്തിന്റെ മുമ്പിൽ വന്നിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. എല്ലാവരും ബിസ്മി പറയുമ്പോഴേ അത്ഭുതത്തോടെ നോക്കി ആമിർ കഴിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണമങ്ങ് താഴെ വീഴുകയാ. ഒരൽപ്പം ഭക്ഷണമങ്ങ് താഴെ വീഴുകയാ. സുബ്ഹാനല്ലാഹ്. ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്ത് ചെയ്തെന്നറിയോ? രാജാക്കന്മാരുടെ നടുവിലിരിക്കുകയാ, നേതാക്കന്മാരുടെ നടുവിലിരിക്കുകയാ. എല്ലാവരും ചുറ്റുഭാഗത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ആമിർ തങ്ങൾ ഇടത് കൈകൊണ്ട് താഴെ വീണ ഭക്ഷണം വാരുകയാ. ഇടത് കൈകൊണ്ട് താഴെ വീണ ഭക്ഷണം എടുക്കുകയാ. എന്നിട്ടത് വൃത്തിയാക്കിയിട്ട് പാത്രത്തിനകത്തിട്ടുകൊണ്ട് വാരി കഴിക്കുമ്പോ യൂറോപ്പിന്റെ ഭരണാധികാരി വിളിക്കുന്നു, ആമിറേ, എന്തിനാടാ എച്ചില് വാരി തിന്നുന്നത്? എന്തിനാ വേസ്റ്റ് വാരി തിന്നുന്നത്? ദാരിദ്ര്യമൊക്കെ അങ്ങ് മുഹമ്മദിന്റെ നാട്ടിലല്ലേ, എന്തിനാ എച്ചില് തിന്നുന്നത്? ഇരിക്കുന്ന ഭക്ഷണം മുഴുവനും നിനക്ക് കഴിക്കാനുള്ളതാണ്, ഇത് കഴിക്ക്, എച്ചില് വാരി തിന്നല്ലേ. അല്ലാഹുവേ, താഴെ വീണ ഭക്ഷണം എടുത്ത് കളിച്ചതിനെ പുച്ഛത്തോടെ അവഹേളിക്കുമ്പോ ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്തതെന്തെന്നറിയോ? എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാ, എടാ പമ്പര വിട്ടി, നിനക്കൊക്കെ വേണ്ടി എന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് കളയാരോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, താഴെ വീണ ഭക്ഷണം പാഴാക്കരുത്, ആ ഭക്ഷണം എടുത്ത് കഴിക്കണമെന്ന് എന്റെ നബിതങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിനക്കൊക്കെ വേണ്ടി ഞാനത് കളയാനോ? എനിക്കതിന് കഴിയില്ലടാ എന്ന് അതാ പടച്ചവനെ യൂറോപ്പിന്റെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ വെച്ച് അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാനുള്ള ചങ്കൂറ്റം എവിടെ നിന്ന് കിട്ടിയതെന്നറിയോ? അല്ലാഹുവിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചപ്പോ, നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോ അത് അല്ലാഹു കൊടുക്കുന്ന ഒരു ധൈര്യമാടാ, അത് അല്ലാഹു കൊടുക്കുന്ന ഒരു പവറാ. താടി നീട്ടി വളർത്തുന്നത് അവർക്ക് അലങ്കാരമാ. പടച്ചവനെ, തൊപ്പി ധരിക്കുന്നത് അലങ്കാരമാ. വെള്ള വസ്ത്രം ധരിക്കുന്നത് വല്ലാത്ത ഒരു ആനന്ദമാ. താടി വളർത്തി നടക്കുന്നവനെ ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല. പലരും പറയും അവന്റെ താടി വലുതാ, താടി വലുതാ. പടച്ചവനെ, പെണ്ണെ, നീ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട നന്മയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പെങ്ങളെ, ഫർദയും ഹിജാബും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണുമ്പോ പലരും നിന്നെ അവഹേളിക്കുമല്ലോ, പലരും നിന്നെ പരിഹസിക്കുമല്ലോ. എന്തുകൊണ്ടാണ് 100 ഷഹീദിന്റെ കൂലി അല്ലാഹു തരുമെന്ന് പറഞ്ഞത്? എടോ, 100 ഷഹീദിന്റെ കൂലി അല്ലാഹു തരുമെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് മനസ്സിലാകുന്ന ഒന്ന് ഞാൻ പറയാ. അല്ലാഹുവേ, സുഹദാക്കളെ രണാങ്കണത്തിൽ പോയി വെട്ടുകൊണ്ട് ഷഹീദായി. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ, വിജയം നമുക്ക് സുനിശ്ചിതമാണ്. നമുക്ക് വിജയം വരുമടോ, അല്ലാഹുവിന്റെ സഹായം വരുമടോ. ഇന്ന് മുസ്ലിമിന് ഇസ്സത്തുണ്ടോ? ഇന്ന് ഈ സമുദായത്തിന് ഇസ്സത്തുണ്ടോ? വരുന്നവനും പോകുന്നവനും തട്ടിയിട്ട് പോവുകയാണ്. ആർക്കും തട്ടാനുള്ള ഒരു ചെണ്ടയായി ഞാനും നിങ്ങളും മാറിയല്ലോ. എല്ലാവരും പരിശുദ്ധമായ ദീനിനെതിരെ തിരിയുകയാ. എല്ലാവരും നമ്മളെ കുറ്റം പറയുകയാണ്, നമ്മളെ അവഹേളിക്കുകയാണ്. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? നമ്മുടെ ജീവിതത്തിൽ നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നില്ല. നമ്മൾ അല്ലാഹനെ മറന്നു, അല്ലാഹുവിന്റെ റസൂലിനെയും മറന്നു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതവും നമ്മൾ കൈവെടിഞ്ഞു. ഇത് വെടിഞ്ഞപ്പോ നമുക്ക് ഇസ്സത്തില്ലല്ലോ. പടച്ചവന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് പറയുകയാ, ഒരിക്കലും ശത്രുവിന്റെ വലിപ്പം കണ്ടിട്ട് പേടിക്കരുത്. ശത്രുവിന്റെ വലിപ്പം
കണ്ടിട്ട് നമ്മൾ ആരും ഭയപ്പെടരുത്. എന്തിനാ ഭയപ്പെടുന്നത്? നീ ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ചരിത്രം എടുത്തു നോക്ക്. എവിടെയാ ഭൂരിപക്ഷം വിജയിച്ചിട്ടുള്ളത്? ഭൂരിപക്ഷം ഇന്ന് വരെ ഒരു യുദ്ധത്തിലും വിജയിച്ചിട്ടില്ല. വിജയിച്ചത് ന്യൂനപക്ഷമാണ്. ബദറാകട്ടെ, ഉഹദാകട്ടെ, ഹന്തക്കാകട്ടെ, ഖൈബറാകട്ടെ, ഇസ്ലാമിന്റെ ഏത് യുദ്ധം വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്ക്, എല്ലാം വിജയിച്ചത് ന്യൂനപക്ഷമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പടച്ചവനെ, ഭൂരിപക്ഷത്തിന്റെ വലുപ്പം കണ്ട് ഒരിക്കലും ഭയപ്പെടരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഉസ്താദന്മാര് മഗ്രിബിനൊക്കെ ഓതുന്ന ഒരു സൂറത്താ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ ഫജഅലഹും കഅസുഫിൻ മഅകൂൽ. എന്താണ് ഈ സൂറത്തിനകത്ത് അല്ലാഹ് പറയുന്നത്? എടാ, അപ്രകത്ത് എന്ന് പറയുന്ന ഭരണാധികാരി ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെന്ന് പറയുന്ന മൃഗവുമായി, ആ ആനയുമായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വരികയാ. അല്ലാഹുവിന്റെ കഅബാലയം പൊളിക്കാൻ ആനയെന്ന് പറയുന്ന ഏറ്റവും വലിയ ജീവിയും കൊണ്ട് അപ്രകത്ത് കടന്നു വരുമ്പോ അല്ലാഹു അവനെ തകർത്ത് കളഞ്ഞതെങ്ങനാ? മക്കക്കാരുടെ കയ്യിൽ ആനയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനയുമായി കഅബാലയത്തെ തകർക്കാമെന്നോ? എങ്കിൽ അല്ലാഹു അവനെ തകർത്തത് എന്തുകൊണ്ടെന്നറിയോ? മോനെ, കുരുവി എന്ന് പറയുന്ന ചെറിയ കിളിയുണ്ടല്ലോ, ഏറ്റവും ചെറിയ കിളിയാണ് കുരുവി. ആ കുരുവിയെ കൊണ്ട് അല്ലാഹു അവനെ തകർത്ത് കളഞ്ഞില്ലേ? അവന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞില്ലേ? പശുവ് പുല്ല് തിന്നിട്ട് വയറ് നിറഞ്ഞു കഴിയുമ്പോ ആ ബാക്കി വന്ന പുല്ല് ചവച്ചിട്ട് അതാ ചവിട്ടിത്തേക്കുന്നത് പോലെ അപ്രകത്തിന്റെയും ആനപ്പടയും അല്ലാഹു തകർത്ത് കളഞ്ഞെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പെങ്ങളെ, മോളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്ക്. ഒരു പേടിയും വേണ്ട. ഹിജാബിട്ടതിന്റെ പേരില്, ഫർദയിട്ടതിന്റെ പേരില് നിന്നെ പരിഹസിക്കട്ടെ, നാണം കെടുത്തട്ടെ, കളിയാക്കട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. പൊന്നുമോളെ, നബിതങ്ങളെ നീ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാ. ഈ കളിയാക്കുന്നവർ മുഴുവനും ഒരു ദിവസം നിന്റെ മുമ്പിലേക്ക് തിരിച്ചു വരുമല്ലോ. അവര് കുറച്ചു ദിവസം കളിയാക്കുമടോ, അത് കഴിഞ്ഞാൽ അവസാനം അല്ലാഹു അവരുടെ മുമ്പിൽ നിനക്ക് ഇസ്സത്ത് തരുമല്ലോ. മോളെ, മംഗലാപുരം കർണാടക ഇവിടെ പരിസരമാണല്ലോ. പടച്ചവനെ, മംഗലാപുരത്ത് ഹിജാബ് നിരോധിച്ചല്ലോ. സ്കൂളിൽ വരുന്ന കുട്ടികൾ ഹിജാബ് ഇട്ടുകൊണ്ട് വരാൻ പാടില്ല എന്ന സ്കൂളിലെ നിയമം ഇറക്കിയപ്പോ പല വാപ്പയും ഉമ്മയും പറഞ്ഞു, ഹിജാബ് ഇടാതെ സ്കൂളിൽ പോകൂ. മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഹിജാബ് ഇടണ്ട, നിങ്ങൾ വസ്തു ഹിജാബില്ലാതെ സ്കൂളിലേക്ക് കടന്നു പോകൂ. എന്നാൽ ചില മാതാപിതാക്കൾ പറഞ്ഞു, ഹിജാബ് വേണം, സ്കൂള് വേണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് വേണ്ടത്. അതുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്ത സ്കൂളിൽ എന്റെ മക്കള് പഠിക്കണ്ട. സുമയ്യ എന്ന് പറയുന്ന 18 വയസ്സുള്ള പെൺകുട്ടി ഹിജാബും ഇട്ടുകൊണ്ട് പടച്ചവനെ ശത്രുക്കളുടെ മുന്നിൽ പോകുന്ന വീഡിയോ കണ്ട പെങ്ങള്, അല്ലാഹുവേ, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചതാ സുമയ്യയായിരുന്നു പൊന്നുമോളെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹിജാബ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ നാട്ടില് ഹിജാബ് ഇട്ടുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തില്ലേ? ഇതൊക്കെ കാണാൻ പറ്റുന്ന തെളിവുകളാ സഹോദരാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച അല്ലാഹു ദുനിയാവിൽ തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹുവേ, നിന്റെ പേടി നഷ്ടപ്പെടുകയാണ്. അല്ലാഹനെ മാത്രമേ നീ ഭയപ്പെടൂ, അല്ലാഹനെ മാത്രമേ നിനക്ക് പേടിയുള്ളൂ, മഖ്ലൂക്കുകളെ നിനക്ക് പേടിയില്ല. 2, ശത്രുക്കളുടെ ഹൃദയത്തിൽ അല്ലാഹു നിന്നെ കുറിച്ച് പേടി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ